ഈ നടുവിൽ ഉണ്ണി വരച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാൻ. നിങ്ങളോട് വയസ്സിനൊക്കെ മറ്റോട് കോമഡി ആക്കിക്കോ, എനിക്ക് ഡൗട്ട് ഉണ്ട് ഗൈസ്. ഏത് വയസ്സമ്മനെ മൊത്തം കറുപ്പ് ഉണ്ണി ഉണ്ടാവാ ഇനി ഇടയ്ക്കിടക്ക്. ലിപ്സ്റ്റിക് അല്ലാന്ന് പറഞ്ഞില്ലേ? എന്താ ബ്ലഷോ? ഇങ്ങനെ തന്നെ ആരെങ്കിലും അല്ലാണ്ട്. ഹായ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. അപ്പല്ലേ ഇന്ന് നമുക്ക് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ആഷിഖാനെ ഞാൻ വയസ്സിനാക്കാൻ പോവാണ്. ഓൾറെഡി ആഷിഖാന്റെ താടിയൊക്കെ കുറച്ച് നരച്ചത് കൊണ്ട് നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ആഷിഖാന്റെ ഷർട്ട് ഇടാൻ പറഞ്ഞിരിക്കുന്നു. ആഷിഖ വരട്ടെ. അപ്പൊ നമ്മളെ കലാപരിപാടികൾ തുടങ്ങാൻ പോവാ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കിട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആഷിഖാനായിട്ട് പറഞ്ഞപ്പോണെങ്കിൽ ആഷിഖാക്കോ ഒരു പ്രശ്നമില്ല. എനിക്ക് പിന്നെ അങ്ങനെ എന്റെ ഒരു പ്രായം തോന്നിപ്പിക്കൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. കാരണം യുവത്വം നിലനിർത്തുന്നത് കൊണ്ട് കുറച്ചുകൂടെ ടാസ്ക് ആയിരിക്കും. ആന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഈ വൈറ്റ് ഷർട്ടിൽ എന്തെങ്കിലും ആവുന്നതിന് പ്രശ്നമുണ്ടോ? ആയാലേ സ്വഭാവം അറിയൂ. എന്നാ പിന്നെ നിങ്ങൾ അവിടുന്ന് ഒരു എന്തെങ്കിലും ഇടാൻ എന്തെങ്കിലും സാധനം എടുത്തുണ്ട്, എന്തെങ്കിലും ഒരു ഷോൾ വേണ്ട, നോക്കി ഇങ്ങനെ ചെയ്താൽ മതി. നടക്കാൻ ഒരു ഷോൾ എടുത്തു തരാം. ഗൈസ്, ഇത് നമ്മൾ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന കേട്ടോ. അല്ലാണ്ട് ഒരു ഓൾറെഡി നമ്മൾ വെബ് സീരിയസ് മാച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളെ പെണ്ണുകടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളതിങ്ങനെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എന്താ പറയുക സക്സസ് ആവുമെന്ന് അറിയില്ല. സക്സസ് ആവണം എന്നാണ് പ്രാർത്ഥനയും ആഗ്രഹവും. പിന്നെ ഞാൻ തന്നെ ഒരു വാപ്പ കഥാപാത്രം കൂടിയും ആവാന്ന് വിചാരിച്ചു അല്ലേ. ഞാൻ ആവണ്ട വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവിടെ ഇന്നെ തന്നെ ആക്കി. മൈക്ക് കടന്നോട്ടോ, പ്രശ്നമില്ല. പക്ഷെ പണ്ട് ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കില്ല, അയാൾ ഇങ്ങനെ കെട്ടി തന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ വേറെ എന്താ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ മൈക്കിന്റെ മുകളിൽ ഡിസ്റ്റർബൻസ് ആണ് വെച്ചിട്ടാ. അതല്ലേ ഞാൻ മൈക്ക് ആദ്യം എടുത്ത് പുറത്തിടാൻ പറഞ്ഞേ. ഇല്ല, ഇനി ആവലുണ്ടാവില്ല. ആദ്യം നമുക്ക് വൈറ്റനിങ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ അറിയോ, തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അതൊന്നും നോക്കണ്ട. പിന്നെ പറയാ എന്റെ തലമല്ല തേക്കുന്നേ. എടീനും നല്ല കുറച്ച് പൗഡർ ഇട്ടാ പോരാ, അതൊന്നും ഇതാവൂലേനോ. പെയിന്റ് അടിക്കുന്നവരെ അടിക്കേണ്ട ആവശ്യം ഉണ്ടേനോ? മാരക സാധനമായിട്ട് മാറും. ഇന്നലെ അവിടെ ഒരാൾക്ക് ഹെയറിന്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ അഹങ്കാര ലക്ഷം കൂടി. പിന്നെ അഹങ്കാരമൊന്നുമില്ല. പിന്നെന്ന് പറയുന്നത് അവളൊരു ആഗ്രഹം കൊണ്ട് ചെയ്താട്ടോ. അവളോട് സ്ട്രിക്ട്ലി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് 3 ദിവസം മിനിമം തട്ടിടാണ്ട് എങ്ങനെയെങ്കിലും നിക്കണം, എന്നാലേ ചെയ്തതിന് കാര്യം ഉണ്ടാവുള്ളൂ. തട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ചുരുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് തട്ട ഊരി അങ്ങനെ നിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നീ എന്നാ പറഞ്ഞതേ ഇത്രക്ക് മതി. ഞാൻ അധികം വയസ്സനാക്കേണ്ട ആവശ്യം. ഞാൻ ഒരു യുവത്തുള്ള അച്ഛനായിരിക്കട്ടെ. ചെറുപ്പത്തിലെ കല്യാണം ആൾക്കാർക്ക് തോന്നണ്ടേ. അങ്ങനെ 16 വയസ്സിന് കല്യാണം അയച്ചത്. ഇപ്പൊ 40 ആകുമ്പോ കറക്റ്റ്. എനിക്കല്ലെങ്കിൽ 40 ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവുക. 29. ഇപ്പൊ എത്ര വയസ്സിന്റെ ലുക്കാ ഉള്ളത്? എന്താ വിചാരം? 25 വയസ്സിന്റെ ലുക്കല്ലേ എനിക്കുള്ളൂ. എനിക്ക് ശരിക്കും സത്യസന്ധമായ പൗഡർ ആണ്. പൗഡർ പിന്നെ എന്താ വെള്ളമാരി നിൽക്കുന്നേ? പൗഡർ ഇതിൽ ഇതാക്കാൻ വേണ്ടിട്ട്. എന്തിനാക്കാൻ വേണ്ടിട്ട്? ഒരു ഭയങ്കര പേടിയാട്ടോ ആശിക്ക് പറയുന്നത്. ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ സാധനം ഞാൻ എടുത്ത് തേക്കും ആശിക്ക. മുടിമ തേക്കേണ്ട ആവശ്യമില്ലല്ലോ. മുടിമേലും വേണല്ലേ? തടിമേലാ മതി. ഓവറാക്കണ്ട. നിങ്ങൾ വയസ്സനായ തോന്നിയോ? ഓ, ഞാൻ പറഞ്ഞില്ലേ യുവത്വം പോവാത്ത വയസ്സനായിക്കോട്ടെ. കണ്ണടക്ക് ഇപ്പൊ നമ്മൾ എന്താക്കും? കണ്ണടം വേണ്ട. എല്ലാരും ഇപ്പൊ കണ്ണട ഇടും. പ്രായം തോന്നിക്കണ്ടേ നമുക്ക്? സാരില്ല. കഴിഞ്ഞോ? കഴിയാനായി. ഇനി മുടിമലി മീശനപ്പുറത്ത് ഭാഗത്താരേക്കും ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഇടുന്ന എഫേർട്ട് നിങ്ങൾ കാണണം അല്ലേ. അവിടെ നിന്ന് എനിക്ക് നരക്കൂല മോളെ. പിന്നെ വയസ്സന്മാർക്ക് ഇത് നരിക്കുന്ന കാണലില്ല ഞങ്ങള്.
ഇത് എന്തെങ്കിലും ഫയല് ഔട്ട്പുട്ട് ഒന്ന് കണ്ണായിട്ട് നോക്കണമെന്നുണ്ടേനു. ആയിക്കില്ല അതിന്. മാറുന്നുണ്ട് തേച്ചിട്ട്. ഓ മുടി എങ്ങനെ നിങ്ങൾ വാർപ്പ് വെക്കാനുള്ള മുടി മുമ്പിൽ മാത്രം ലേശം ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ തന്നെ കാണാം. ഇങ്ങനെ തന്നെ ആരെങ്കിലും പിന്നെ അല്ലാണ്ട് പിന്നെ എന്താ ഇപ്പൊ അങ്ങനെയാണോ ഗൈസ്? ഞാൻ ഇപ്പൊ വയസ്സായ ആൾക്കാർ അങ്ങനെ വയസ്സെന്നാണ് വീട്ടിലിരിക്കുന്നില്ല. ഓലൊക്കെ ഫുള്ള് യോയോ സ്റ്റൈലിലാണ് നടക്കുന്നത്. ഇതിനൊന്നും അറിയില്ല. ഇത് എത്രത്തോളം എന്നെ അലങ്കോലപ്പെടുത്താന്നുള്ള തോട്ടിലാന്ന് തോന്നുന്നു എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീച്ച് പോകുന്നുണ്ട്. വേറെ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോകണ്ട. എന്താ എനിക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ മേക്കപ്പ് ചെയ്യും ഞാൻ. എല്ലാപ്പോഴും എനിക്ക് ഈ സെയിം മേക്കപ്പ് പിടിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ല. നമ്മളെ ഇനിയും വയസ്സിനായിട്ട് ഞാൻ അഭിനയിക്കേണ്ടി വരില്ലേ? അന്ന് എനിക്ക് സെയിം കെറ്റ് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റും. പിന്നെ എന്ത് ഈച്ച വന്നത്? മതിയോ? മതി. ഓവറാക്കണ്ടേ ആവശ്യമില്ല. ശരി. ഇതെന്താണ്? എന്റെ ശത്രു തോന്നക്ക. ശത്രു കൊതുവല്ലേ? എന്റെ അച്ഛൻ. മതി. കാണുന്നില്ല. ഇതൊക്കെ എന്തിനാ എടുത്തിട്ടുണ്ടെന്ന്? കുറച്ച് ഇത് ഞാൻ ആദ്യം ചെയ്തെന്നറിയോ? ഇത് ഉണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്. കഴിഞ്ഞില്ല അപ്പൊ? ഇത് മതിയടി. എങ്ങനെയാണ് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാപ്പാണെന്ന്. വാപ്പാന്ന് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞ ഇവൾക്ക് പിന്നെ എന്താ പറയാ വയസ്സിനൊക്കെ കുറച്ച് കഷ്ടപ്പെടും. ഞാൻ ഇപ്പോൾ യുവത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ കുറച്ച് കലാപരിപാടികൾ ചെയ്യാം. ലിപ്സ്റ്റിക്കോ? ലിപ്സ്റ്റിക് ഒന്നല്ല. പിന്നെ വയസ്സമായ ലിപ്സ്റ്റിക് ഇടുവോ? ലിപ്സ്റ്റിക് അല്ലാന്ന് പറഞ്ഞില്ലേ? എന്താ ബ്ലഷോ? എന്തൊക്കെ ഇതൊക്കെ ഏത് വയസ്സന്മാരെ മൊത്തം കണ്ടെങ്കിൽ എന്നെ കൊണ്ട് നടക്ക്. ഇത് മതി വാ. ശരിക്കും എന്നെ കോമാളിയാക്കാൻ തോന്നുന്നു മറ്റേ ക്യാമറ ഓൺ ആക്കിയിട്ട്. എനിക്ക് എന്നെ മാരകമായ സംശയമുണ്ട്. ഇനി അടുക്ക് വാ. എന്റെ ഫോണ് എന്തിന്റെ ബ്രൗൺ ഒക്കെ ഏത് വയസ്സന്മാരും എത്ര ബ്രൗൺ ഇതിന്റെ വീഡിയോ ഒക്കെ കഴിയട്ടെ. എന്തെങ്കിലും എനിക്ക് പണി തരാനുള്ള ട്രിപ്പ് എന്റെ വല്ല പ്രാക്ടി വീഡിയോ ആണെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഏത് വയസ്സന്മാരെ മൊത്തം കറുപ്പുണ്ണി ഉണ്ടാവാ. ഇനി ഇടയ്ക്കിടക്ക് ക്യാമറ ഓണാക്കി എന്റെ ഉടായ്പ നിർത്തി നിർത്ത്. കാര്യം പറയും. അത് വല്ല മനസ്സിനെ പറ്റിക്കുന്നവരാണ് എനിക്ക് നല്ല ദേഷ്യം വരും. ഞാൻ ഇങ്ങനെ അടങ്ങിക്കുന്നെങ്കിൽ നോക്കണ്ട. മതി മതി ഇത്ര മതി. മതി 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 മതി. എനിക്കിങ്ങനെ വെയിറ്റ് ഞാൻ അപ്പൊ പിന്നെയും കുളിക്കണ്ടില്ല ഇത് കഴിഞ്ഞാല്. പിന്നല്ലാണ്ട് ചുരുട്ടണം എന്നൊക്കെ ഉണ്ടേ. ചുരുട്ടാൻ വേണ്ട മതി. അഷിക ഇവരോട് വയസ്സിനൊക്കെ പറ്റും. കോമാളിയാക്കിക്കോ എനിക്ക് ഡൗട്ട് ഉണ്ട് ഗൈസ്. കോമാളിന്നല്ല കറക്റ്റ് ലുക്കാ. നിങ്ങള് ഇത് ആഷിറാണെന്ന് ആരും പറയില്ല. കറക്റ്റ് ആഷിക. ഏതാണ് നടുവിൽ ഉണ്ണി വരച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാൻ. അതാണ് ചേഞ്ച് ആക്കിയത്. ചേഞ്ച് ആക്കിയത് ഏതാ ലുക്ക് പഠിച്ച്. ഞാൻ നമ്മള് പിന്നെ ഉമ്മായിട്ട് അഭിനയിച്ചപ്പോ നിങ്ങക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. അപ്പൊ ചിരിക്കുന്നുണ്ടല്ലോ. അതിനുള്ള റിവെഞ്ച് അടിച്ചാ നൈസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യാം.